നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗ്രീൻ കാർഡ് അപേക്ഷകർക്കും ഏറ്റവും നിർണായകമായ ഒന്നാണ് ഓരോ മാസവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കുന്ന വിസ ബുള്ളറ്റിൻ. 2026 ജൂൺ മാസത്തെ വിസ ബുള്ളറ്റിൻ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷം നൽകുന്ന വാർത്തകളല്ല ഈ മാസം പുറത്തു വരുന്നത്. എന്താണ് ജൂൺ മാസത്തെ വിസ ബുള്ളറ്റിനിൽ പറയുന്നത്? ഇന്ത്യക്കാരുടെ ഗ്രീൻ കാർഡ് കാത്തിരിപ്പ് കാലാവധി എങ്ങനെയാണ്? ഏതെല്ലാം കാറ്റഗറികളിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? EB1, EB2, EB5 വിസകളുടെ നിലവിലെ സ്ഥിതി എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്താണ് വിസ ബുള്ളറ്റിൻ എന്ന് ആദ്യമേ നമുക്കൊന്ന് നോക്കാം. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ മാസവും കൃത്യമായി പുറത്തിറക്കുന്ന ഒന്നാണ് യുഎസ് വിസ ബുള്ളറ്റിൻ. ഇത് ഗ്രീൻ കാർഡ് അപേക്ഷകൾക്കായി കാത്തിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. യുഎസ് ഓരോ വർഷവും നൽകുന്ന ഗ്രീൻ കാർഡുകൾക്ക് കൃത്യമായ പരിധിയുണ്ട്. അപേക്ഷകരുടെ എണ്ണം ഈ പരിധി കടക്കുമ്പോൾ മുൻഗണനാ ക്രമം അനുസരിച്ച് മാത്രമേ വിസ അനുവദിക്കൂ. ഇത് വിസ ബുള്ളറ്റിൻ വഴിയാണ് അറിയിക്കുന്നത്. ജൂൺ മാസത്തെ വിസ ബുള്ളറ്റിനിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് അപേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫൈനൽ ആക്ഷൻ ഡേറ്റും മറ്റേത് ഡേറ്റ് ഫോർ ഫയലിംഗുമാണ്. അപേക്ഷകർ എപ്പോൾ ഡോക്യുമെന്റുകൾ സമർപ്പിക്കണമെന്നും എന്ന് വിസ ലഭിക്കുമെന്നും ഈ വിസ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നുണ്ട്. ജൂൺ മാസത്തെ ബുള്ളറ്റിനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് റെട്രോഗ്രേഷൻ ആണ്. നിലവിലുള്ള കട്ട് ഓഫ് തീയതിയിൽ നിന്നും പുറകിലേക്ക് പോകുക എന്നാണ് ഇതിനർത്ഥം. ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരുടെ എണ്ണം അമിതമായി വർദ്ധിച്ചതാണ് ഇതിന് കാരണമായി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തെ വാർഷിക പരിധി കവിയാതിരിക്കാൻ വേണ്ടിയാണ് തീയതികൾ പുറകിലേക്ക് മാറ്റുന്നത്. വരും മാസങ്ങളിൽ ഇന്ത്യക്കാരുടെ EB1, EB2 കാറ്റഗറികൾ അൺഅവൈലബിൾ ആയി മാറാൻ പോലും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. EB1, EB2, EB3 വിഭാഗങ്ങളിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് EB1 വിഭാഗമാണ്. ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട വിഭാഗങ്ങളിൽ ഒന്നാണിത്. മെയ് മാസത്തെ വിസ ബുള്ളറ്റിനിൽ 2023 ഏപ്രിൽ 1 ആയിരുന്ന കട്ട് ഓഫ് തീയതി ജൂണിൽ 2022 ഡിസംബർ 15 മാറി. അതായത് ഏകദേശം 3.5 മാസത്തേക്ക് പിറകോട്ടു പോയി. അടുത്തത് EB2 വിഭാഗമാണ്. ഇന്ത്യക്കാർക്ക് ഇവിടെയാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. മുൻപ് 2014 ജൂലൈ 15 ആയിരുന്ന തീയതി ഇപ്പോൾ 2013 സെപ്റ്റംബർ 1 എത്തി. ഏകദേശം 10 മാസത്തെ വലിയൊരു റെട്രോഗ്രേഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അടുത്തത് EB3 വിഭാഗമാണ്. ഇവിടെ ചെറിയൊരു ആശ്വാസമുണ്ട് എന്ന് തന്നെ പറയാം. EB3 വിഭാഗവും EB3 അതേഴ്സ് വർക്കർ വിഭാഗവും 1 മാസം വീതം മുന്നോട്ട് നീങ്ങി. 2013 നവംബർ 15 നിന്നും 2013 ഡിസംബർ 15 തീയതി മാറിയിട്ടുണ്ട്. അടുത്തത് EB4 വിഭാഗമാണ്. മതപരമായ ജോലികൾ ചെയ്യുന്നവർ ഉൾപ്പെടുന്ന ഈ വിഭാഗത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. തീയതി 2022 ജൂലൈ 15 ഈ വിസ ബുള്ളറ്റിനിലും തുടരുന്നുണ്ട്. യുഎസിൽ നിക്ഷേപം നടത്തി ഗ്രീൻ കാർഡ് നേടുന്ന EB5 വിഭാഗത്തിന്റെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപകരുടെ എണ്ണം കൂടുന്നതിനാൽ വരും മാസങ്ങളിൽ ഈ വിഭാഗത്തിലും റെട്രോഗ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ EB5 അൺറിസർവ്ഡ് വിഭാഗം 2022 മെയ് 1 എന്ന തീയതിയിൽ മാറ്റമില്ലാതെ തുടരുന്നു. എന്നാൽ EB5 സെറ്റ് അസൈഡ് കാറ്റഗറിയിൽ, അതായത് റൂറൽ, ഹൈ അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ വിഭാഗങ്ങളിൽ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും കറന്റ് സ്റ്റാറ്റസ് ആണ് ഉള്ളത്. ഇതിനർത്ഥം ഈ വിഭാഗത്തിൽ പെടുന്നവർക്ക് കാത്തിരിപ്പില്ലാതെ അപേക്ഷകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഫൈനൽ ആക്ഷൻ ഡേറ്റുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും അപേക്ഷകൾ ഫയൽ ചെയ്യേണ്ട തീയതികളിൽ ഇത്തവണ ഇന്ത്യക്കാർക്ക് മാറ്റങ്ങളൊന്നുമില്ല. EB1 വിഭാഗത്തിന് 2023 ഡിസംബർ 1 EB2 ആൻഡ് EB3 വിഭാഗത്തിന് 2015 ജനുവരി 15 ഉള്ളത്. ഈ തീയതികൾ മെയ് മാസത്തിലെ പോലെ തന്നെ തുടരുന്നു. 2026 ജൂൺ മാസത്തെ വിസ ബുള്ളറ്റിൻ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് EB1, EB2 വിഭാഗങ്ങളിലെ വലിയ റെട്രോഗ്രേഷൻ ഗ്രീൻ കാർഡ് കാത്തിരിപ്പ് വീണ്ടും ദീർഘിപ്പിക്കും. എന്നാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഒക്ടോബർ മാസത്തോടെ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.